ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുമ്പോൾ വളരെ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിൽ പ്രതീക്ഷിക്കുകയും വേണം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തുടർച്ചയായി വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം കാണുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ സജീവമായി വിപണിയിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 2 ദിവസവും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഇന്നലെയും അവർ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. ഒപ്പം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലാണ്. ഈ രണ്ട് ഘടകങ്ങളും അനുകൂലമായിരിക്കുന്നതാണ് വിപണിയുടെ മുന്നോട്ട് നീക്കത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. 25,000 എന്ന നിലവാരത്തിന് മുകളിൽ തുടർച്ചയായി 2 ദിവസവും വ്യാപാരം അവസാനിപ്പിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിന് വേണ്ട സാഹചര്യം തന്നെയാണ് ആഗോളതലത്തിലും ഉള്ളത്. ആഗോള വിപണികളിലും നിക്ഷേപ താല്പര്യം തുടരുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ലാഭമെടുക്കൽ പ്രവണത ഉണ്ടായാൽ പോലും അത് മറികടന്നുകൊണ്ട് നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിന് ഏറ്റവും പ്രേരകമായ ഒരു ഘടകം എന്ന് പറയുന്നത് രണ്ടാം തര ചെറുകിട ഓഹരികളിലുള്ള ഒരു താല്പര്യമാണ്. സാധാരണഗതിയിൽ രണ്ടാം തര ചെറുകിട ഓഹരികളിൽ ഒരു മികച്ച രീതിയിൽ നിക്ഷേപ താല്പര്യം തുടരുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിപണി മുന്നോട്ട് നീങ്ങും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാധ്യത ബലപ്പെടുത്തുന്നത്. എന്തായാലും ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇനി മുൻനിര സൂചികയായ നിഫ്റ്റിയുടെ നിലവാരം എന്ന് പറയുന്നത് 25,700 ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം നടക്കുകയാണെങ്കിൽ എക്കാലത്തെയും ഉയർന്ന നിലവാരമായ 26,300 എന്ന നിലവാരത്തിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും അതെല്ലാം കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു നീക്കമാണ് വിപണി നടക്കുന്നത്. സർവ്വ മേഖലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നിക്ഷേപ താല്പര്യമാണ് ഇപ്പോൾ വിപണിയിൽ കാണുന്നത്. എന്തായാലും ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക.